മലയാളികൾക്ക് പലപ്പോഴും കോൺഫിഡൻസ് ഭയങ്കര കുറവാണ് പല കാര്യങ്ങളിലും. അത് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണെങ്കിൽ അവർ ആ ഏരിയയിലേ ഉണ്ടാവത്തില്ല. എനിക്കും ഇങ്ങനെ ഒരു അവസരം നേരിട്ടിട്ടുണ്ട്. ഞാൻ പ്ലാന്റ് എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് എനിക്കൊരു പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹിന്ദി ഡ്രൈവറുടെ അടുത്ത് സംസാരിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ പർച്ചേസ് മാനേജറുടെ അടുത്ത് പറഞ്ഞു, എന്നെ കൊണ്ട് ഈ പണി പറ്റൂല എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ എയിമാണുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഡ്രൈവർക്ക് ലോഡ് ഫാക്ടറിയിൽ എത്തിക്കണം എന്നതാണ് അയാളുടെ എയിം, നിനക്കും അതേ എയിമാണ്. അങ്ങനെ ആ അദ്ദേഹം തന്ന ധൈര്യത്തിൽ ഞാൻ ഈ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ ഹിന്ദിയൊന്നും അല്ല കേട്ടോ, മറാത്തിയോ മറ്റു ഭാഷ ഏതോ ആണ്. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അയാളുടെ അടുത്ത് സംസാരിച്ചു, അയാൾക്കറിയാവുന്ന ഭാഷയിൽ അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഫാക്ടറിയിൽ ലോഡെത്തി. ഇന്നും ആ ഫാക്ടറിയിൽ പല പ്ലാന്റ് എഞ്ചിനീയറും മുറി ഹിന്ദിയിലും മുറി ഇംഗ്ലീഷിലും പല ഡ്രൈവർമാരടുത്തും സംസാരിക്കുന്നുണ്ട്. പല ലോഡുകളും അവിടെ എത്തുന്നുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സംസാര രീതിയോ അല്ലെങ്കിൽ ഒരു ഭാഷയോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും നിങ്ങളുടെ ജോലിയാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ വന്നാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കോൺഫിഡൻസോടുകൂടി നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലിക്ക് വേണ്ടിയുള്ള സ്കില്ല് അച്ചീവ് ചെയ്യാനും നിങ്ങൾ പഠിക്കുക. ഇന്നും ആ ഫാക്ടറിയിൽ ലോഡുകൾ എന്നും വന്നുകൊണ്ടിരിക്കുന്നു. ലോകം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. ഞാനൊട്ട് ഹിന്ദി പഠിച്ചിട്ടുമില്ല. താങ്ക് യു.